അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ 5ാമത്തെ ദിവസമായില്ലേ. എത്ര പെട്ടെന്നാണ് ദിവസങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ടി വന്നിട്ടോ. രാവിലെ 5 മണിക്ക് ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. ഇന്ന് നമുക്ക് നല്ല തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ. മക്കൾക്കൊക്കെ ക്ലാസ് ഉണ്ട്. അപ്പോൾ മക്കൾക്ക് ക്ലാസ് ഉണ്ടായാലും എനിക്കങ്ങനെ ടൈമിന് നേരത്തെ എഴുന്നേൽക്കേണ്ട ആവശ്യം വരാറില്ല. ഇന്ന് വലിയ മോളുണ്ട് ഇവിടെ. അപ്പോൾ അവൾക്ക് ക്ലാസ് 7:30 പോവണം. അവൾ കുറച്ച് ദൂരം 1.5 മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്തിട്ട് അവൾക്ക് കോളേജിലെത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് 7:30 ഇറങ്ങണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. കുറേ കാലമായി ഇത്ര നേരത്തെ എഴുന്നേറ്റിട്ട്. എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം, ഞാൻ നല്ല ലേറ്റായിട്ട് ഒരു 6:30 7 മണി ആ ഒരു സമയത്തൊക്കെ എഴുന്നേൽക്കുന്ന ഒരാളാണ്. അപ്പം മോൾക്ക് മുന്നേ മദ്രസ ഉണ്ടാകുമ്പോൾ ഞാൻ തലേന്ന് രാത്രി തന്നെ അവളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാറാണ് ചെയ്യാറ്. രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് എനിക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട്. ആദ്യമൊക്കെ മോളെ കല്യാണം കഴിഞ്ഞതിന് മുമ്പൊക്കെ ഞാൻ നേരത്തെ എഴുന്നേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടെങ്കിലും ഇപ്പോൾ കുറച്ച് കാലമായില്ലേ നമ്മൾ ആ ഒരു പരിപാടികളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ എനിക്കിന്ന് അപ്പോൾ ക്ലാസ് വീണ്ടും സ്റ്റാർട്ടായിട്ടുണ്ട്. അവളുടെ പ്രസവവും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലാസ്സിലൊന്നും പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം കുഞ്ഞുവാവക്ക് കുറച്ച് വയസ്സായല്ലോ. ഐറൂസിന് ഇപ്പോൾ 1 വയസ്സാവാനായി. വീണ്ടും ക്ലാസ്സിനൊക്കെ പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അവൾ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നേരത്തെ എഴുന്നേറ്റ് ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ 4:30 മുതൽ അലാറം വെക്കൽ തുടങ്ങിയിട്ടുണ്ട്. 4:30, 4:45, 4:50 ഇങ്ങനെ കൊടുത്തിട്ടാണ് ഇപ്പോൾ ഞാൻ 5 മണിക്കെങ്കിലും എഴുന്നേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വന്ന പാടെ ഞാൻ ഫ്ലാസ്കിലേക്ക് പറയാൻ വെള്ളം വച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ഐറ്റംസ് വെളുത്തുള്ളി, ഇഞ്ചി, ചീരുള്ളി, പച്ചമുളക് ഈ ഒരു പേസ്റ്റ് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ എനിക്ക് ഭയങ്കര ഒരു സമാധാനം കേട്ടോ. പിന്നെ എന്ത് മീൻ കിട്ടിയാലും നമുക്ക് ഇറച്ചി കിട്ടിയാലും ചിക്കൻ കിട്ടിയാലും ഒക്കെ കറി ഉണ്ടാക്കാനൊക്കെ പിന്നെ പെട്ടെന്ന് എളുപ്പമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് വേഗം ചതക്കി വെച്ചു. ഐറൂസ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള ടിപ്സുകളൊക്കെ നമ്മൾ ചെയ്യാഞ്ഞാൽ ഒരിക്കലും നമ്മുടെ പണികളൊന്നും നടക്കില്ല കേട്ടോ. അവനിങ്ങനെ വികൃതി കൂടി വരുന്ന ടൈമായതുകൊണ്ട് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. നിലത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊറുക്കി തിന്ന് ഉള്ള പരിപാടി നല്ലോണം ഉള്ളതുകൊണ്ട് അവൻ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്തൊക്കെ ഞാൻ അവൻ്റെ ഒപ്പം തന്നെ നിൽക്കാറാണ്. അപ്പോൾ അവൻ ഉറങ്ങുന്ന ടൈമിൽ ഞാൻ വേഗം പണികളൊക്കെ തീർക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് മീനൊക്കെ കിട്ടുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ആദ്യം ഞാനതൊക്കെ ഒന്ന് ചതക്കി വെച്ചപ്പോൾ ഇന്നത്തേക്കും ഒരു 2 ദിവസത്തേക്ക് അത് ഉണ്ടാവും കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നേരെ അതാവും നമ്മുടെ കുടിക്കാനുള്ള വെള്ളം. നമ്മുടെ ഡയറ്റിൻ്റെ ഒരു സംഭവമാണല്ലോ വെള്ളം. ഈ ഒരു 1 ലിറ്ററിൻ്റെയൊക്കെ ഒരു കോപ്പയാണ്. ഇതിൽ ഞാൻ നന്നായിട്ടൊരു പാകത്തെ ചൂടിലാക്കി കുടിക്കും. അപ്പോൾ അത് ഈ ഒരു കോപ്പ കുടിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ മനസ്സുകൊണ്ട് കരുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതങ്ങനെ പറഞ്ഞങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ വിശപ്പും ഉണ്ടാവില്ല. പിന്നെ നല്ലൊരു സംഭവമാണ് രാവിലെ തന്നെ ഇളം ചൂടുവെള്ളം കുടിക്കുക എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ധ്യാന സംബന്ധമായിട്ടുള്ള കാര്യത്തിനുമൊക്കെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ പണ്ട് ഡയറ്റ് ചെയ്ത ആ കാലത്ത് മുതലേ തുടങ്ങിയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കുടിച്ചിങ്ങനെ ജോലികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞാൻ മോളൂനെ വിളിക്കാൻ പോയിട്ടോ. കാരണം അവൾക്ക് 7:30 പോകണമല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 മണിക്ക് വിളിച്ചാൽ മതിയെന്ന്. കാരണം അവൾ എഴുന്നേൽക്കുമ്പോൾ ഒപ്പം ഐറൂസ് എഴുന്നേൽക്കും കേട്ടോ. പിന്നെ ഒരു പരിപാടികൾ നടക്കില്ലല്ലോ. അതുകൊണ്ട് ഒരു 6 മണിക്കൊക്കെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് പണികളൊക്കെ ഒതുക്കി 6 മണിയായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ചെന്നതാണ്. അപ്പോൾ അവളെ വിളിക്കുന്നതിന് മുമ്പ് ഐറൂസ് ആണ് എഴുന്നേറ്റിട്ടുള്ളത്. അപ്പോൾ പിന്നെ അവൾ വല്ല തട്ടി കൊടുത്തു ഉറക്കി എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ നേരെ കിച്ചണിലേക്ക് പോയി. പത്തിരിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണിത്. ഇപ്പോൾ കോളേജിലേക്ക് കൊണ്ടുപോകാനും ചോറ് വേണമെന്നില്ല, അവർക്ക് പത്തിരി തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുണ്ടാക്കിയാൽ പിന്നെ വേറെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഇന്ന് പുട്ടാണോ വെള്ളപ്പാണോ അങ്ങനെയൊക്കെയുള്ള പരാതികളൊക്കെ വരും. പത്തിരിയായാൽ പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല വീട്ടിൽ. അതുകൊണ്ടാണ് ഞാൻ വേഗം പത്തിരി ആക്കിയത് കേട്ടോ. അപ്പോൾ നമ്മൾ പത്തിരിയിലേക്ക് നമ്മൾ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചിക്കൻ കറി ആകുമ്പോൾ 2 സംഭവമുണ്ട്. നമുക്ക് ലഞ്ച് ബോക്സിലേക്കും കൊടുത്തേക്കാമല്ലോ. അപ്പോൾ നമുക്ക് മീനൊക്കെ ആകുമ്പോൾ ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാൻ ഭയങ്കര മടിയാണ്. ഒരു മണമൊക്കെ വരുമല്ലോ കുട്ടികൾ കഴിക്കുമ്പോൾ. പിന്നെ കൈയൊക്കെ നല്ല വൃത്തിയിൽ കഴുകാഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ അതും കൊടുത്തേക്കാലോ അങ്ങനെ 2 മനസ്സ് കരുതിയിട്ടാണ് നിന്നിട്ട് അങ്ങനെ ചിക്കൻ ആക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ കിച്ചണിൽ തകൃതിയായിട്ട് പത്തിരിയും ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഇവിടെ മോളിത എഴുന്നേറ്റൊക്കെ വന്ന് ഐറൂസിനെ ഉറക്കിയിട്ടാണ് കേട്ടോ അവൾ എഴുന്നേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ എഴുന്നേറ്റ് വന്നിട്ട് അവൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മേക്കപ്പൊക്കെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 1 വർഷമായി അവൾ ക്ലാസ്സിനൊക്കെ പോയിട്ട്. അപ്പോൾ പുതുതായിട്ട് പോകണ പോലെ അവർ ഭയങ്കര എന്താ ഒരു സംഭവമൊക്കെ ഉണ്ടാവും. അവൾക്ക് ഫസ്റ്റ് പോകുന്നതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം
പിന്നെ പ്രസവകാലം അവൾ ഐറൂസിനെ പ്രസവിച്ച് കിടന്ന ആ ടൈമിലൊക്കെ ക്ലാസ് പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതൊക്കെ എക്സാമൊന്നും എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതാണിപ്പോൾ ഒരു പെട്ടെന്ന് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇനിയിപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണല്ലോ. അപ്പോൾ ഇപ്രാവശ്യമെങ്കിലും എഴുതിയെടുത്തിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അവൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ അവളുടെ വീട്ടിൽ നിന്ന് അവിടെ കല്യാണം കഴിച്ച വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു 10-20 മിനിറ്റ് പോയാൽ മതി. ഇവിടെ നിന്ന് ഒരു 3/4 മണിക്കൂറൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ഐറൂസിനെ നോക്കാൻ അവൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് കൊടുക്കാനും അവൻ്റെ കൂടെ ഓടാനും പറ്റിയ എന്താ പറയുക ആരുമില്ല. അവളുടെ മോളുടെ ഹസ്ബൻഡിൻ്റെ ഉമ്മാക്ക് അതിന് എന്താ പറയുക ഭയങ്കര ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഐറൂസിനെ അങ്ങനെ അവിടെ നോക്കാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇവിടുന്ന് ക്ലാസ്സിന് പോകുന്നത്. അപ്പോൾ ഞാൻ അവൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ വേഗം പണികൾ തീർക്കട്ടോ. നമ്മൾ എന്താ പറയുക പത്തിരി ചൂടുന്നുണ്ട്, കറിയൊക്കെ റെഡിയാക്കുന്നുണ്ട്, അവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. കാരണം അവൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ നമ്മുടെ പണികൾ തീർക്കണം എന്നുള്ള ലക്ഷ്യമായിരുന്നു. പക്ഷേ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ഇത് അവിടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഞാൻ സൗണ്ടൊക്കെ കേട്ടിട്ടായിരിക്കും. പിന്നെ മോളും എടുത്ത് കിടക്കണം അവന് ഉറങ്ങണമെങ്കിൽ, നല്ലോണം മുറുകി ഉറങ്ങണമെങ്കിൽ മോളും ഇങ്ങനെ എടുത്ത് കിടക്കണം. അപ്പോൾ ഇനി അവൾ ക്ലാസ്സിൽ പോയാലും ഇനി വരാൻ പോകുന്ന ബുദ്ധിമുട്ട് അതായിരിക്കും. പിന്നെ ഉറങ്ങണമെങ്കിലാണ് പണി. ബാക്കിയുള്ള നേരത്തൊന്നും അവൾ ആവശ്യമില്ലെങ്കിലും ഉറങ്ങാൻ അവൾക്ക് അവളെ തന്നെ കിട്ടണം കേട്ടോ, മോളിനെ തന്നെ കിട്ടണം. അപ്പം അവളെ എടുത്ത് കിടന്നാലേ ഉറങ്ങുള്ളൂ. പിന്നെ എന്തൊക്കെയാവുമെന്നൊന്നും അറിയില്ല. എന്തായാലും ക്ലാസ്സിനൊക്കെ പോയി ഒക്കെ ശീലമാവണമല്ലോ. അപ്പോൾ ഞാൻ അവന് എഴുന്നേറ്റ് വന്ന പാടെ ഞാൻ അവന് പാലുണ്ടാക്കി കൊടുക്കാൻ എണീറ്റ പാടെ അവന് ലേശം കുപ്പിപ്പാൽ കുടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ലാക്ടോജനൊക്കെ കലക്കാണ്. അതിൻ്റെ ഇടയിലൂടെ നമ്മൾ പത്തിരി ചൂടുന്നുണ്ട്, ഇങ്ങനെ പണികളൊക്കെ തീർക്കുന്നുണ്ട്. അപ്പോൾ 6:30 ആയപ്പോൾ ഞാൻ ഇതുമൂനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പാലുണ്ടാക്കി ഞാൻ മോളുവിൻ്റെ കയ്യിൽ കൊടുത്തു. കാരണം ഇതുമൂനെ പറഞ്ഞേക്കണം, അങ്ങനെയുള്ള മദ്രസയിലേക്ക് പറഞ്ഞേക്കാണ് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. കാരണം 7 മണി ആ ടൈമിൽ തന്നെ അവൾ പോവുക. അടുത്ത് തന്നെയാണ് മദ്രസ. 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ കേട്ടോ. എത്ര റെഡി ആയാലും അവൾ ആ ഒരു 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇതുമുതാ മദ്രസയിലേക്ക് പോയി. ഇനി ഞാനവിടെ അങ്ങനെ ഇരുന്ന് സംസാരിക്കാറാണ് പതിവ്. അപ്പോൾ ഇന്ന് നമുക്ക് സമയമില്ല, നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകണം. നമ്മുടെ ഒരുപാട് പണികളുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പാൽ കൊടുക്കാനൊക്കെ മോളിനെ ഏൽപ്പിച്ചിട്ടാണ്. അവൾക്കാണെങ്കിൽ ഐറൂസിനെ ഇവിടെ ആക്കി അവളങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ടില്ല, ഇതുവരെ പോയിട്ടില്ല. എക്സാമൊക്കെ ഉണ്ടായപ്പോൾ ഞാനും കൂടെ പോയതായിരുന്നു കോളേജിൽ. അവളൊപ്പം തന്നെ കോളേജിലേക്ക് ഐറൂസിനെയും കൊണ്ട് പോയതായിരുന്നു. അവൾക്ക് ഭയങ്കര വിഷമമാണ്, ഇതുവരെ മാറി നിന്നിട്ടില്ല. എന്താ പറയുക ഒരു ദിവസം അങ്ങോട്ടും ഒരു പകലും കൂടി അങ്ങോട്ടും ഒന്ന് ഓവനില്ലാതെ അവൾ മാറി നിന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. പിന്നെ കുറേ കാലം കൂടിയിട്ട് കോളേജിലേക്ക് പോകുന്നൊരു ടെൻഷനുണ്ട്. അങ്ങനെ മോൾക്ക് ഒരുപാട് ടെൻഷനുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും കാര്യമാണ്, നീ പോയി വാ, ക്ലാസ്സിലെത്തുമ്പോൾ എല്ലാം റെഡിയാവും എന്നൊക്കെ പറഞ്ഞ് അവളങ്ങനെ സെറ്റാക്കുന്നുണ്ട്. എനിക്കും ചെറിയൊരു ഭയം ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒറ്റയ്ക്ക് അവൾ ഇതുവരെ നിന്നിട്ടില്ല ഇവിടെ. ആദ്യമായിട്ടാണ് ഞങ്ങൾ വീട്ടിലിവിടെ ഇപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കേട്ടോ, മോളില്ലാതെ. അപ്പോൾ എനിക്കും ചെറുതായിട്ട് ടെൻഷനുണ്ട്, അവൻ ഇനി കരയോ അങ്ങനെയുള്ള ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കത് കാണിക്കാൻ വയ്യല്ലോ. നമുക്കിപ്പോൾ ക്ലാസ്സിന് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ, അവൾ പോവണമല്ലോ. അപ്പം അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ട് ഞാൻ അവളെ വിഷമിപ്പിച്ചില്ല. അവനെ ഞാൻ നോക്കിക്കൊള്ളാം, നീ പ്രശ്നമില്ല. അപ്പോൾ അങ്ങനത്തെ എന്നെ പിന്നെ എന്താ ഇവിടെ എത്തിയാൽ പിന്നെ മോന് ഫുഡൊക്കെ കൊടുക്കലും അവൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കാറുള്ളത്. അതുകൊണ്ട് അവൾക്ക് അങ്ങനത്തെ ടെൻഷനില്ല. കാരണം ഐറൂന് എന്നേറ്റ് സെറ്റാണ്. പക്ഷേ ഇതുവരെ അവളില്ലാതെ നിന്നിട്ടില്ലല്ലോ, നിൽക്കാത്തത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് അവൾക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിവിടെ പത്തിരി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇവിടെ മോളൂന് എന്താ പറയുക ഉരുളക്കിഴങ്ങ് പൊരിച്ചതും കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെ അതും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ലഞ്ച് ബോക്സിലേക്ക് എല്ലാ മക്കൾക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ് അല്ലേ ഈ ഒരു പൊട്ടറ്റ വറുത്തത് എന്ന് പറയുന്നത്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ പിന്നെ നമ്മൾ ഇതുമൂന്ന് ഉണ്ടാക്കണം. നീനൂട്ടിക്ക് എന്തായാലും 2-3 പീസ് കിട്ടണം. ഞാൻ അതൊക്കെ ഒന്ന് വറുത്ത് അവൾക്ക് ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്ത് പറഞ്ഞേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവൾ പോകുമ്പോൾ മുന്നിലേക്ക് വന്നിട്ടില്ല, വീടിന് പറഞ്ഞേക്കാൻ യാത്രയാക്കാൻ വന്നിട്ടില്ല കേട്ടോ. കാരണം പോകുന്നത് കാണുമ്പോൾ ഇനി മോന് സങ്കടമാവണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ അടുക്കള ഭാഗത്ത് മുറ്റത്തേക്ക് ഇറങ്ങിപ്പോന്നു. അപ്പം അവൾ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞു. നമ്മൾ ഐറൂനെ കൊണ്ടുപോയി ഉറക്കിയിട്ട് അവൾ പോയ ശേഷം വേഗം ഒന്ന് തോളിലിട്ടപ്പോഴേക്കും ഉറങ്ങി. കാരണം നല്ല ഉറക്കമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് തോളിലിട്ട് പാട്ട് പാടിയപ്പോൾ പോലും അവൻ ഉറങ്ങി. അപ്പോൾ ഞാൻ അവനെ ബെഡിൽ കൊണ്ടെടുത്ത് ഞാനും കുറച്ച് നേരം അവിടെ കിടന്നു കേട്ടോ. ഞാൻ നേരത്തെ എഴുന്നേറ്റ് ഇതിൻ്റെ ചെറിയൊരു ക്ഷീണം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എഴുന്നേറ്റ് ശീലം കുറേ കാലമായല്ലോ എഴുന്നേറ്റിട്ട്.
അപ്പോൾ ഞാനും കുറച്ച് നേരം കിടന്നു. അപ്പോൾ ഇതുമ്പോൾ മദ്രസൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എഴുന്നേറ്റ് പോന്നു. പിന്നെ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു, പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ ഇന്ന് ഇത് അവളുടെ ബർത്ത്ഡേക്കുള്ള ഡ്രസ്സ് ഞാൻ തയ്ച്ചതായിരുന്നു. അപ്പോൾ അവൾക്ക് അതന്നെ ഇടണം, ഇന്ന് ബുധനാഴ്ചയാണ്, കളർ ഡ്രസ്സാണല്ലോ, അപ്പോൾ അതന്നെ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് അതാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അവളൊക്കെ മുടിയൊക്കെ വാർന്നു കൊടുത്തു, അവൾക്ക് ഫുഡൊക്കെ കഴിച്ചു, അവളെ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്തു. അപ്പോൾ ആ ടൈമേ ഉണ്ടാവുള്ളൂ, മദ്രസ വിട്ട് വന്ന് മാക്സിമം ഒരു അരമണിക്കൂർ അവൾക്ക് വീട്ടിൽ നിൽക്കാൻ സമയം ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലൂടെ ബട്ടർ കോഫി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇരുന്ന് കഴിക്കാൻ എനിക്ക് നേരെ ഇന്നത്തെ ഞാൻ പറയില്ല, ഇന്ന് നല്ല തിരക്കുള്ളൊരു ഭയങ്കര തിരക്കുള്ള ദിവസം എന്താണെന്നറിയില്ല. അപ്പം എനിക്കിന്ന് ബട്ടർ കോഫി ഇരുന്ന് കുടിക്കാൻ വരെ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവളെ പറഞ്ഞേക്കുന്ന ഇടയിൽ ഇങ്ങനെ കുടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റതല്ലേ, ആ വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കുടിച്ച് ഇങ്ങനെ അവളെ പറഞ്ഞയച്ചു. ഹസ്ബൻഡ് അവളെ കൊണ്ടാക്കി വന്നതിന് ശേഷം ഹസ്ബൻഡിന് ഞാൻ ഫുഡ് കൊടുത്തു. പിന്നെ ഐറൂസിന് അപ്പുവിന് ഐറൂസ് കൊടുന്നു കേട്ടോ. ഒരു ആ ടൈമിൽ ഇതുമ്പോൾ പോയ ടൈം വന്നപ്പോഴേക്കിന് ഐറൂസ് ഉണന്നു. അപ്പോൾ അവന് വേഗം ഫുഡ് കൊടുക്കണം. കാരണം വിശന്ന് കരയാനുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ ഉണ്ടാക്കാൻ പാടില്ലല്ലോ. മോൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരു പേടിയുണ്ട്. കാരണം കരയുക എന്തെങ്കിലും ചെയ്താൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം എഴുന്നേറ്റ് പാടെ അവന് രാഗിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ചൊളാണ്ടി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ രാഗിയും അതിലേക്ക് ഞാൻ ഈ ബദാം, പിസ്ത, വാൾനട്ട്, അതുപോലെ അണ്ടിപ്പരിപ്പ്, കടല, അങ്ങനെയുള്ള സംഭവങ്ങൾ, നട്ട്സുകളൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ റാഗി ഉണ്ടാക്കുമ്പോഴാലും കുന്നമ്പായ കേക്കല്ലേ, അതൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ അത് കുറച്ച് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കും കേട്ടോ. കുട്ടികൾക്ക് നല്ലതാണല്ലോ നട്ട്സ് കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ അതൊക്കെ ഞാൻ അവന് കൊടുത്തു. അതിനിടയിൽ ഈ നീനുട്ടി ഡ്രസ്സൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ. കാരണം അവൾക്ക് 11 മണിക്ക് പോയാൽ മതി. അപ്പോൾ അവൾ ഇന്ന് സാരിയാണ്. പിന്നെ ഞങ്ങൾ ആ ഒരു ടാസ്കിലേക്ക് കടന്നു. ഇനി ഇതേ സാരി ചുറ്റാത്ത ഞാൻ അവൾക്ക് സാരിയൊക്കെ ചുറ്റി കൊടുത്തു. യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ തട്ടിമുട്ടി പോകുന്നു. അപ്പോൾ അതിലൊക്കെ നോക്കിയിട്ട് സാരിയൊക്കെ റെഡിയാക്കി ചുറ്റി കൊടുത്തു. അവൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ 11 മണിയായപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. പക്ഷെ അവൾ റെഡിയാവുന്ന ഗ്യാപ്പിൽ ഞാൻ ഐറൂസിനെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച് റെഡിയാക്കി കുപ്പായൊക്കെ ഇട്ടെടുത്ത് സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അവനൊന്ന് ഉറങ്ങി കിട്ടിയ ബാക്കിയുള്ള പണികളൊക്കെ എനിക്ക് തീർക്കാമായിരുന്നു കേട്ടോ. അപ്പം ഇനി ഇനൂട്ടി പോകുന്നത് നോക്കി ഞങ്ങളിതാ അവിടെ നിൽക്കുകയാണ്. പക്ഷേ അവൻ ഉറങ്ങുമെന്ന് തോന്നണില്ല. കാരണം ഉറങ്ങണമെങ്കിൽ കുറച്ച് പണിയാണ്. അപ്പോൾ പാലൊക്കെ കുടിച്ചോ നോക്കട്ടെ, നമുക്ക് ഉറക്കാനൊക്കെ നോക്കാമെന്ന് കരുതി. ഏതായാലും അവൻ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാതെ ഞാൻ ഉറങ്ങിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് കരുതി കുറേ നോക്കി. നമ്മൾ ബട്ടർ കോഫി മാത്രമേ കുടിച്ചിട്ടുള്ളൂ കേട്ടോ ഇന്ന്. രാവിലത്തെ ഇത്ര നേരം ഇപ്പോൾ 11 മണിയായിട്ടുണ്ട്. എനിക്ക് ഇന്ന് ഫുഡ് കഴിക്കാനൊരു സമയം കിട്ടിയിട്ടില്ല. അതാണ് ഞാൻ ഇന്നൊരു ഭയങ്കര തിരക്കുള്ള ദിവസമാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനൊരു 11:15 ആയപ്പോഴാണ് നീനൂട്ടിനെ കൊണ്ടാക്കിയിട്ട് ഹസ്ബൻഡ് വീട്ടിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ ഈ ഒരു അര ഗ്ലാസ് ചായയും മധുരം ഇട്ടിട്ടില്ല, അതിലേക്ക് ഞാൻ 2 മുട്ടയാണ് പൊരിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത് രാവിലെ. ഇത് നമുക്കൊരു 3 മണിയായപ്പോൾ കഴിച്ച ഫുഡ് കേട്ടോ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത്. ഞാൻ നല്ല വിശപ്പ്, മുട്ടയൊന്നും കഴിച്ചിട്ട് എനിക്ക് വിശപ്പ് ഒന്ന് മാറുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ടും എന്നാലും ഞാൻ മുട്ട കഴിക്കുള്ളൂ എന്നുള്ള രീതിയിൽ കരുതിയിട്ട് അത് കഴിച്ചു. പിന്നെ ഒരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു 3 മണിയൊക്കെ ആയപ്പം കുറച്ച് ചോറും അതിലേക്ക് 2 ചിക്കൻ പീസ് ഇട്ടിട്ട് അതും കഴിച്ചു കേട്ടോ. പിന്നെ ഐറൂസ് ഉറങ്ങുന്നുണ്ട്, എഴുന്നേൽക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, അങ്ങനെ തട്ടിമുട്ടി ഞങ്ങളിങ്ങനെ പോകുന്നുണ്ട്. അവന് കഞ്ഞിയൊക്കെ വെച്ച് കൊടുത്തു. കഞ്ഞിയിലേക്ക് ഞാൻ ചെറിയ അരിയില്ലേ അത് വെച്ച് കഞ്ഞി വെക്കും. അപ്പോൾ കഞ്ഞിയിലേക്ക് ഞാൻ മത്തന്, അതേപോലെ ചീരൻ്റെ ഇല അല്ലെങ്കിൽ മുരിങ്ങയുടെ ഇല, മുട്ടൻ്റെ ഒരു മഞ്ഞ ഭാഗമല്ലേ മഞ്ഞക്കരു, അതൊക്കെ ഇട്ടിട്ടാണ് കഞ്ഞി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ അവന് അങ്ങനെ കഞ്ഞിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമ്മ വന്നപ്പോൾ പിന്നെ അവന് പിന്നെ പ്രശ്നമില്ല കേട്ടോ. ഇതുമ്മുവിന് വേണ്ടി കുറേ നേരം കളിച്ച് അതുവരെ ഞാനും അവനും ഒറ്റക്കായിരുന്നു. അതുകൊണ്ട് എന്താ പറയുക, ഒരു ആകെ മൂഡ് ഓഫ് ആയിരുന്നു ചുരുക്കി പറഞ്ഞ അവന്. പിന്നെ ഒരു 5 മണിയായപ്പോൾ അവൻ്റെ അമ്മച്ചി വന്നു. അപ്പം ഞങ്ങൾ പുറത്തേക്ക് നോക്കി, ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വരുമ്പോൾ അവളോട് കുറച്ച് പച്ചക്കറിയൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നാളെ പച്ചക്കറിയൊക്കെ ഒന്ന് കഴിക്കണം. ഇപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വല്ലാതെ നമ്മൾ പച്ചക്കറികളൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്കതൊക്കെ കഴിക്കണമല്ലോ, വിറ്റാമിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഡയറ്റാണെങ്കിലും അത്യാവശ്യം സംഗതികളൊക്കെ നമുക്ക് കിട്ടണമല്ലോ.
അപ്പോൾ ഞാൻ അവളോട് കുറച്ച് കക്കരിക്ക, പിന്നെ എനിക്കിഷ്ടമുള്ളൊരു എന്താ പറയുക ഈ തോരനൊക്കെ വെക്കാൻ ഇഷ്ടമുള്ളൊരു സംഭവമാണ് കോവക്ക. അപ്പോൾ അതൊക്കെ ഞാൻ അവളോട് കൊണ്ട് വരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെ നമുക്ക് അതൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇതായി ഈ ഐറൂസിന് അവൻ്റെ അമ്മച്ചി വന്ന് ഭയങ്കര എന്താ പറയുക, അവന് ഭയങ്കര പ്രശ്നമൊന്നുമില്ലെങ്കിലും മോളൂന് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് അവിടെ പോയിട്ട് കുറേ പ്രാവശ്യം വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ്റർവെൽ സമയത്തും ഒക്കെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവനെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അവനങ്ങനെ വലിയ അലമ്പൊന്നുമില്ല, ഞാനും അവന് മാത്രമല്ലേ ഉള്ളൂ, ഒറ്റയ്ക്കല്ലേ. അതിൻ്റെ ഒരു ചെറിയൊരു ഒരു മൂഡ് ഓഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അവർ വന്ന് അവൾക്ക് ഞാൻ ചോറ് കൊടുത്തു, അവളത് കഴിച്ച് ഐറൂസിനെ കൊണ്ട് പോയി കിടന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 6 മണി 6:30 ആയിട്ടുണ്ട് സമയം. ഞാൻ ലേശം നമ്മൾ ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് ഫുഡ് ഒത്തിരി ചോറ് കഴിച്ചതാണ്, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഇടനേരം ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വൈകുന്നേരം അത്യാവശ്യം നല്ലൊരു വിറ്റമിൻസും കാര്യങ്ങളൊക്കെ അടങ്ങിയൊരു ഫുഡ് തന്നെ കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ലേശം പാലും അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 5 ബദാം, പിന്നെ 2-3 വാൾനട്ട്, ഒരു 4-5 പിസ്ത, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ കുറച്ച് അങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഐറൂസിന് പൊടിച്ചതിൻ്റെ ബാക്കി ഞാൻ പൊടിക്കാതെ വെച്ചതായിരുന്നു കേട്ടോ. അതൊക്കെ ഇട്ട് നന്നായിട്ട് ഇട്ടു. പിന്നെ അതിലേക്ക് 2 സ്പൂൺ ഓട്സാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അധികം ഓട്സ് എനിക്കിഷ്ടമല്ല, പക്ഷേ ഒരു മുഴുപ്പ് വരാൻ വേണ്ടിയിട്ട് 2 സ്പൂൺ ഓട്സ് ഇട്ട് ഇളക്കി. പിന്നെ ഈ ഒരു ഈ കാണുന്ന സ്പൂണിൽ അതിൽ ആ ഒരു അളവിലാണ് ഞാൻ 2 സ്പൂൺ ഇട്ടത്. അപ്പോൾ ഓട്സ് അധികം മുന്തി കാണുന്നില്ല കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു, ആപ്പിളും എന്താ പറയുക ഉറുമാമ്പഴമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ടു. ഇതാണ് അവിടെ വെജിറ്റബിൾ കൊണ്ടുവന്ന വെജിറ്റബിൾ ആട്ടോ ഇതൊക്കെ. അപ്പോൾ ഇത് നമുക്ക് നാളെ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഡയറ്റ്. പിന്നെ ഞാൻ നമ്മുടെ ഈ ഓട്സ് ഈ സംഭവത്തിലേക്ക് ഞാൻ കുറച്ച് സീഡ്സ് ഇട്ടു. ഇതുപോലെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് വലിയ ഇഷ്ടമല്ലെങ്കിലും ഇടയ്ക്ക് കഴിക്കുന്നത് നല്ലതാണല്ലോ എന്ന് കരുതി വാങ്ങിയതാണ് കേട്ടോ. അപ്പം അതും കുറച്ചിട്ടു. അപ്പോൾ ഇതാണ് നമ്മൾ രാത്രി ഒരു 6-7 മണീൻ്റെ ഉള്ളിൽ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല കുറച്ചൊരു വിറ്റമിൻസും പ്രോട്ടീനും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു നല്ലൊരു റിച്ച് ഫുഡ് തന്നെ പറയാം. അതാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിങ്ങനെ കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഒന്ന് ചൂടാറിയിട്ട്, ഞങ്ങൾ ചൂടോടുകൂടി കഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ചൂടാറിയിട്ട് നമുക്ക് ഷേക്ക് പോലെ കടിച്ച് കുടിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്കിങ്ങനെ കഴിക്കണം, ആ ഫ്രൂട്ട്സൊക്കെ കടിച്ച് ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ രാത്രി കഴിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് വരാം.